അസ്സലാമു അലൈക്കും ವರಹಮತುಲ್ಲಾಹ. ಮಂಚು ರಾಹತಲ್ಲಿ ಮಂಚು ನಾನು ಅಸ್ರಫ್ ಉಸ್ತಾದ್ ಗೊತ್ತಾಯ್ತಾ. പിന്നെന്ത് ചൊന്നിങ്ങ ಮಂಚು ನಾನൊരു ಭಾರಿ ഒരു കുടുക്കിൽ കുടുങ്ങിരെ നൻ്റെ ನಾನು ಅಗ കിട്ടുമ്പത്തു നിവൃത്തിയില്ലാണ്ട് ನಾನು ലോൺ എടുത്തിരി ചെന്നിങ്ങ ആകെ പാതിൽ ബാക്കി ആവിടും ചൊന്ത് ആൾമാರಲ್ಲಿ ചൊന്നാറ് എനിക്ക് ലോൺ കിട്ടല്ലോ ഉസ്ത വർഗ ಜಾಗಲ್ಲಿ എന്താവല്ല നിങ്ങൾ ലോൺ എടുക്കോറു അങ്ങനെ ಬ್ಯಾಂಕುമായിട്ടുള്ള ഒഴിവാട്ട് ಬೇಡ ചൊന്ത് എൻ്റെ മനസ്സിൽ ಇಂತು പിന്നെ ചൊല്ലുമ്പത്തേക്കില്ല ഓർക്കത്ത് ആകെ ആവിടെങ്കിൽ ആവട്ട് പിന്നെ ആക്കടെപ്പ ചൊന്ത് അങ്ങനെല്ലാം വിചാരിച്ചിട്ട് പിന്നെ ഞങ്ങളെ പഴയ ആക ಬೂಳ ಕೈಡು പഴയ ಅವತ್ತಲು ಏನು ಅದರ ರಿಪೇರಿ ಆಕಡೆ വേണ്ട ചൊಂತೆಲ್ಲ പുതിയത് കെട്ടിത്ത് അത് ഞങ്ങൾ ലോൺ എടുത്തിട്ട് വലിയ. അസ്സലാമു അലൈക്കും. മംഗലാപുരത്ത് ജോലി ചെയ്യുന്ന അഷറഫ് മാലിക് എന്ന് പറയുന്ന ഒരു ഉസ്താദിൻ്റെ വോയിസാണ് നിങ്ങൾ കേട്ടത്. വളരെ സങ്കടകരമായ ഒരവസ്ഥയാണ്. കാരണം ഈ ഉസ്താദിനെ കാണാതായിട്ട് 2 ദിവസമായി. അതിനുശേഷം വീട്ടുകാരെല്ലാം തെരച്ചിൽ നടത്തുന്നു. അതുപോലെ തന്നെ സമൂഹ മാധ്യമങ്ങളിലെല്ലാം ഉസ്താദിൻ്റെ ഫോട്ടോ ഷെയർ ചെയ്തുകൊണ്ട് തെരച്ചിൽ നടത്തുകയാണ്. അങ്ങനെ ഉസ്താദിൻ്റെ ഒരു ബൈക്ക്, ഒരു സ്കൂട്ടി അങ്ങനെ കണ്ടുകിട്ടുകയാണ്. ആ സ്കൂട്ടിയാണ് ഇപ്പോൾ നിങ്ങൾ എൻ്റെ വീഡിയോൻ്റെ സൈഡിൽ കാണുന്നത്. ആ സ്കൂട്ടി കണ്ടുകിട്ടിയതിന് ശേഷം ആൾക്കാർ തെരച്ചിൽ നടത്തുന്നു. ഒരു പുഴയുടെ വക്കിൽ നിന്ന്, ഒരു പാലത്തിൻ്റെ മുകളിൽ നിന്നാണ് ആ സ്കൂട്ടി കണ്ടെത്തിയത്. പിറ്റേ ദിവസം രാവിലെ ആ ഉസ്താദിൻ്റെ മയ്യത്ത് ആ പുഴയിൽ നിന്ന് തന്നെ കണ്ടെത്താൻ വേണ്ടി സാധിക്കുകയാണ്. ഉസ്താദിൻ്റെ മരണകാരണം ആത്മഹത്യയാണ്. ഒരിക്കലും ഇസ്ലാമിൽ ചെയ്യാൻ പാടില്ലാത്ത ഏറ്റവും വലിയ ഒരു തെറ്റാണ് ആ ഉസ്താദ് ചെയ്തത് എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. പക്ഷേ ആ ഉസ്താദിന് അത് ചെയ്യാനുണ്ടായ കാരണം എന്താണെന്ന് തീർച്ചയായിട്ടും നിങ്ങളൊന്ന് തിരക്കണം. കാരണം ഉസ്താദ് ഒരു മദ്രസ അധ്യാപകനാണ്. ആ ഉസ്താദിൻ്റെ ശമ്പളം എന്ന് പറയുന്നത് 11,000 രൂപയാണ്. ഇന്നത്തെ കാലത്ത് 11,000 രൂപയ്ക്ക് ഒരു ഭാര്യയെയും അതുപോലെ തന്നെ 2 മക്കളെയും ഒക്കെ പോറ്റി മുന്നോട്ട് കൊണ്ടുപോവുക ജീവിതം എന്ന് പറയുന്നത് എത്രമാത്രം ദുസ്സഹമായ ഒരു കാര്യമാണെന്ന് ഈ വീഡിയോ കാണുന്ന നിങ്ങൾ തീർച്ചയായിട്ടും ഒന്ന് ചിന്തിക്കണം. ഈ മദ്രസ അധ്യാപകന്മാരുടെ ശമ്പളം എന്ന് പറയുന്നത് 5,000 മുതൽ 10,000 അല്ലെങ്കിൽ 15,000-ൻ്റെ ചോട മാത്രമേ എല്ലാ മദ്രസകളിലും ഇപ്പോഴും ശമ്പളമുള്ളൂ എന്നുള്ളതാണ്. ഈ ആധുനിക കാലത്ത് നമുക്കറിയാം, ഒരു ബംഗാളി വീട്ടിൽ വന്ന് പണിയെടുത്ത് വൈകുന്നേരം പോകുമ്പോൾ നമ്മൾ 1000 രൂപ കൂലി കൊടുക്കുന്ന ഒരു കാലത്താണ് നമ്മൾ ഇന്ന് ജീവിക്കുന്നത്. ആ ജീവിത നിലവാരം വെച്ച് നോക്കുകയാണെങ്കിൽ ഉസ്താദിൻ്റെ വീട്ടിൽ ഉച്ചയ്ക്ക് ഒരു മീൻ വാങ്ങിപ്പോലും കുട്ടികൾക്ക് കൊടുക്കാൻ വയ്യാത്ത ഒരവസ്ഥയിലാണ് എല്ലാവരും ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ആ സമയത്താണ് എല്ലാവർക്കും ഏറ്റവും ഇഷ്ടപ്പെട്ട അല്ലെങ്കിൽ ഏറ്റവും സന്തോഷകരമായ ഒരു കാര്യം എന്ന് പറയുന്നത് സ്വന്തം വീട്ടിൽ കിടന്നുറങ്ങുക എന്ന് പറയുന്നതാണ്. ആ ഉസ്താദിനും അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. അഷറഫ് മാലിക് എന്ന് പറയുന്ന ഈ ഉസ്താദ് 2018 ഒരു വീട് വെക്കാനുള്ള ഒരു ആഗ്രഹം മനസ്സിൽ തേങ്ങി. ഉസ്താദിന് കൈനീട്ടുക എന്ന് പറയുന്നത് എല്ലാവർക്കും ഒരുപോലെ സാധിക്കുന്ന ഒരു കാര്യമല്ല. അങ്ങനെ ആ ഉസ്താദിന് അത് വലിയ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമായിരുന്നു. ആ സമയത്ത് ഉസ്താദ് 2018 6 ലക്ഷം രൂപ ബാങ്കിൽ നിന്ന് ലോൺ എടുത്തിട്ടാണ് വീട് വെക്കാൻ വേണ്ടിയിട്ട് തുടങ്ങിയത്. പക്ഷേ ആ വീട്ടിലേക്ക് കയറിക്കൂടാനുള്ള ഒരു സൗഭാഗ്യം ആ ഉസ്താദിനുണ്ടായില്ല. അതിനു മുന്നേ തന്നെ ആ ഉസ്താദിനെ പണിയെടുക്കുന്ന മദ്രസയിൽ നിന്ന് പറഞ്ഞു വിടുകയാണ്. മറ്റൊരു മദ്രസയിൽ ജോലി കിട്ടാൻ വേണ്ടിയിട്ട് ആ ഉസ്താദ് അറിയുന്ന എല്ലാവരുടെയും കൈകാൽ പിടിച്ചു പറഞ്ഞു, പെട്ടെന്നൊരു ജോലി ശരിയാക്കി തരണം. കാരണം എല്ലാ മാസവും ബാങ്കിൽ അടയ്ക്കുന്ന സംഖ്യ അടച്ചിട്ടില്ല എങ്കിൽ തീർച്ചയായിട്ടും പലിശ അടക്കം, പലിശ അടക്കം അടയ്ക്കേണ്ടതായിട്ട് വരും. അത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. 2018 ഉസ്താദ് ലോൺ എടുത്തത് 6 ലക്ഷം രൂപയാണ്. അതിനുശേഷം ഉസ്താദിൻ്റെ പണി തെറിക്കുന്നത് വരെ ഉസ്താദ് വളരെ കൃത്യമായിട്ട് അടവുകളെല്ലാം അടച്ചു പോരുകയും ചെയ്തിരുന്നു. കാരണം 11,000 രൂപ ശമ്പളത്തിന് പണിയെടുക്കുന്ന ഒരു ഉസ്താദിന് എത്രമാത്രം EMI അടയ്ക്കാൻ വേണ്ടി സാധിക്കുമെന്ന് നിങ്ങൾക്ക് ചിന്തിച്ചാൽ മനസ്സിലാക്കാം. ബാക്കി കാര്യത്തിനാണ് ആ ഉസ്താദിൻ്റെ ഭാര്യയുടെയും മക്കളുടെയും എല്ലാം ചിലവുകളെല്ലാം നടത്തിക്കൊണ്ട് പോകുന്നത്. ഇത്രമാത്രം സങ്കടം നിറഞ്ഞ ഒരവസ്ഥ ഈ ഒരു സമുദായത്തിൽ നമ്മുടെ ഉസ്താദ് എന്ന് പറയുന്ന ഒരു വർഗത്തിന് മാത്രമേ ഇപ്പോൾ ഈ 2026 അല്ലെങ്കിൽ 27ാമത്തെ ഈ വർഷത്തിലേക്കുള്ളൂ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇനി നിങ്ങളാരെയും വീഡിയോ കാണുന്ന നിങ്ങളുടെ ഭർത്താക്കന്മാരോ അല്ലെങ്കിൽ നിങ്ങളുടെ അനുജന്മാരോ ആരെങ്കിലും ഉസ്താദ്മാരായിട്ട് പണിയെടുക്കുന്നുണ്ടെങ്കിൽ അവരുടെ ശമ്പളം നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണം. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. ഈ അൻസാർ സൗരി ഉസ്താദിനെ പോലുള്ള ആൾക്കാർ പറയുന്നുണ്ട്, അവർ ഇപ്പോൾ 20,000 രൂപയ്ക്ക് മുകളിൽ ശമ്പളം വാങ്ങിക്കുന്നുണ്ട്. അതൊക്കെ വിരലിൽ എണ്ണാവുന്ന മസ്ജിദുകളിൽ മാത്രമേ അത് കൊടുക്കുന്നുള്ളൂ എന്നുള്ളതാണ് സത്യം. അങ്ങനെ ഈ ഉസ്താദിന് ഈ 2026 ആയ സമയത്ത് ബാങ്കിൽ പോയി നോക്കിയ സമയത്ത് ഇതേ 6 ലക്ഷം രൂപയിൽ നിന്ന് 1 രൂപ പോലും താഴോട്ട് പോയിട്ടില്ല. അതേപോലെ തന്നെ അത് അവിടെ കിടക്കുകയാണ്. മുതലിലേക്ക് ഇതുവരെ ഒരു രൂപ പോലും അടയ്ക്കാൻ ഉസ്താദിനെ കൊണ്ട് സാധിച്ചിട്ടില്ല. അതിനുള്ള കാരണം എന്ന് പറയുന്നത്
ആ ഉസ്താദിൻ്റെ ശമ്പളം തന്നെയാണ് പ്രശ്നം. അതിൽ കൂടി അദ്ദേഹത്തിൻ്റെ പണി കൂടി നഷ്ടപ്പെട്ട സമയത്ത് ആ ഉസ്താദിന് പിടിച്ചു നിൽക്കാൻ വേണ്ടി സാധിച്ചില്ല. ഒരു പക്ഷേ ദുർബലമായ നിമിഷത്തിൽ അദ്ദേഹത്തിൻ്റെ മനസ്സൊന്ന് പാളിപ്പോയി. അതാണ് ഉസ്താദിൻ്റെ മരണത്തിന് കാരണം. അപ്പോൾ ഒരുപാട് ആൾക്കാർ ചോദിക്കും, ഉസ്താദ് നമ്മളെ ഇതൊക്കെ തെറ്റാണ്, ഇതൊക്കെ ഹറാമാണ് എന്ന് പഠിപ്പിക്കുന്ന ഉസ്താദ് ഇത് ചെയ്യാൻ വേണ്ടി പാടുണ്ടോ എന്ന് നിങ്ങൾ ചോദിക്കും. പക്ഷേ ഒരു മനുഷ്യൻ്റെ ഒരു അവസ്ഥ നിങ്ങൾ ആലോചിക്കണം. ഏറ്റവും ചുരുങ്ങിയത് ഭക്ഷണം കഴിക്കാനെങ്കിലുമുള്ള പണം കയ്യിലില്ലാത്തപ്പോഴേ നമുക്ക് എത്രമാത്രം വിഷമവും എത്രമാത്രം സങ്കടവും എത്രമാത്രം നീരസവും നമുക്കുണ്ടാവൂ എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കൂ. കാരണം കയ്യിൽ പണമുള്ള ആർക്കും ആ ഒരു വിഷമവും ആ ഒരു സമയവും കടന്നു പോകുന്ന ചുറ്റുപാട് നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ വേണ്ടി സാധിക്കില്ല. എൻ്റെ വീഡിയോ കാണുന്ന ഏതെങ്കിലും മഹല്ലി നിവാസികളുണ്ടെങ്കിൽ എനിക്ക് നിങ്ങളോട് ചോദിക്കാനുള്ളത്, നിങ്ങൾ പള്ളി മോടി കൂട്ടാൻ വേണ്ടിയിട്ടും പള്ളിൻ്റെ മിമ്പറ നന്നാക്കാൻ വേണ്ടിയിട്ടൊക്കെ 1 മണിക്കൂറിൽ 35 ലക്ഷം 40 ലക്ഷം പിരിക്കുന്ന മസ്ജിദുകളാണ് നമ്മുടെ ഏറ്റവും കൂടുതൽ ഇന്ന് കേരളത്തിലുള്ളത്. ഒന്ന് ഖത്തീബ് മിമ്പറിൽ കയറി പറഞ്ഞാൽ, അല്ലെങ്കിൽ അവിടുത്തെ കമ്മിറ്റിക്കാർ ഇറങ്ങി പുറപ്പെട്ട് കഴിഞ്ഞാൽ 1 മാസം കൊണ്ട് 1 കോടി രൂപയെങ്കിലും പിരിക്കാൻ പറ്റാത്ത ഒരു മഹല്ലും ഇന്ന് നമ്മുടെ ഈ ദുനിയാവിലില്ല എന്നുള്ള സാരാർത്ഥമാണ്. പക്ഷേ അതിന് മെനക്കേടാനും കഷ്ടപ്പെടാനും ആർക്കും സമയമില്ല എന്നുള്ളത് തന്നെയാണ് യാഥാർത്ഥ്യം. നമ്മൾ മനസ്സിലാക്കണം, നമ്മുടെ മദ്രസയിലൊക്കെ പണിയെടുക്കുന്ന ഉസ്താദുമാർ തീർച്ചയായിട്ടും അവർ ഇൽമു പഠിച്ചത് കൊണ്ട് അവർക്ക് തേങ്ങ പറിക്കാനും മറ്റേ പരിപാടിക്കൊന്നും പോകാൻ വേണ്ടി പറ്റില്ല. ആ ഇൽമു പകർന്നു കൊടുക്കുക എന്നുള്ള അദ്ദേഹത്തിൻ്റെ ധർമ്മം നിർവഹിക്കാൻ വേണ്ടിയിട്ടാണ് അവരുടെ ഭാര്യമാരെയും ഉപ്പമാരെയും ഉമ്മമാരെയും എല്ലാം വിട്ടിട്ട് മറ്റൊരു മഹല്ലിൽ പോയിട്ട് അവർ സേവനം അനുഷ്ഠിക്കുന്നത്. അത്തരം ഉസ്താദുമാർക്കാണ് ഈ ഗതി. എന്നിട്ടും ഒരു ഉസ്താദിനും ഒരു മദ്രസയിലും ജോലി സ്ഥിരതയില്ല എന്ന് കൂടി നിങ്ങൾ ആലോചിക്കണം. 1-2 വർഷം കഴിയുമ്പോൾ അവിടുത്തെ കമ്മിറ്റി മാറുമ്പോൾ അപ്പുറത്തേക്ക് ഒരു തട്ടാണ്, അതിനുശേഷം അപ്പുറത്തേക്ക് തട്ടും. ഇങ്ങനെ തട്ടി അവസാനം പന്ത് പോലെ ഒരു സ്ഥിരതയില്ലാത്ത ജീവിതത്തിൽ ജോലി കൂടി നഷ്ടപ്പെടുന്ന സമയത്ത് ഒരു ഉസ്താദ് എന്ത് ചെയ്യണം? അതൊരു ചോദ്യചിഹ്നമായിട്ട് ഇന്നും കേരളത്തിലെ പല ഉസ്താദുമാരുടെയും ജീവിതത്തിൽ നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് ഈ ഒരു കാര്യത്തിലൊക്കെ തീർച്ചയായിട്ടും ഒരു നിയമനിർമ്മാണമൊക്കെ നിർബന്ധമായിട്ടും വേണം. കാരണം ഒരു ശമ്പള പരിഷ്കരണം എന്നൊക്കെ പറയുന്നത് എന്നോ നടപ്പിലാക്കേണ്ടതാണ്. ഇതൊക്കെ കാണുന്ന ആൾക്കാരെങ്കിലും ഇതിനെക്കുറിച്ചൊന്ന് ചിന്തിക്കണം. കാരണം നമ്മുടെ ഉസ്താദുമാർക്ക് ഏറ്റവും ചുരുങ്ങിയത് ഒരു 20,000 രൂപയുടെ മുകളിൽ അല്ലെങ്കിൽ ഒരു 30,000 രൂപയ്ക്ക് അടുപ്പിച്ചുള്ള ശമ്പളം കൊടുത്തിട്ടില്ല എങ്കിൽ അവരുടെ ദൈനംദിന നിവൃത്തികൾ ഒരിക്കലും നടത്തിക്കൊണ്ടു പോകാൻ വേണ്ടി ഒരിക്കലും സാധിക്കില്ല. അത് തന്നെയാണ് നമ്മുടെ ഈ അഷ്റഫ് മാലിക് എന്ന് പറയുന്ന ഈ ഉസ്താദിൻ്റെ ജീവിതത്തിലും സംഭവിച്ചത്. അദ്ദേഹം ഒരു ലോൺ എടുത്തു പോയിട്ട് അത് അടയ്ക്കാൻ പോലും അദ്ദേഹത്തിന് കഴിയുന്നില്ല. കാരണം ഒരു ഒരു അസുഖം വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം, ഹോസ്പിറ്റലിൽ പോയാൽ ചുരുങ്ങിയ ഒരു ഡോക്ടർ ഫീസ് എന്ന് പറയുന്നത് ഇപ്പം 200 മുതൽ 500 രൂപ വരെയാണ്. ആ ഉസ്താദിന് എവിടെ നിന്നാണ് സ്വന്തം മക്കൾക്കൊരു അസുഖം വന്നാൽ കാണിക്കാൻ വേണ്ടി പറ്റുക? കൈനീട്ടേണ്ടി വരും. പല ഉസ്താദുമാരും ഇന്ന് പണിയെടുക്കുന്ന അതേ പള്ളിയുടെ പേപ്പറും വാങ്ങിയിട്ട് മറ്റു പള്ളികളിൽ പോയിട്ട് ഫണ്ട് പിരിച്ചിട്ട് അസുഖത്തിന് ചികിത്സിക്കേണ്ട ഒരു അവസ്ഥയാണ്. അതൊക്കെ തീർച്ചയായിട്ടും ഈ കാണുന്ന എല്ലാവരും മനസ്സിലാക്കുന്നത് എന്തുകൊണ്ടും നല്ലതാണ്. കാരണം നമ്മുടെ സമൂഹത്തിൽ ഞാൻ പറഞ്ഞതുപോലെ ഇന്നൊക്കെ ഒരു ദിവസം കൊണ്ട് ഒരു വീഡിയോക്ക് 10-30 കോടി രൂപ പിരിക്കുന്ന നമ്മുടെ നാട്ടിൽ ഉസ്താദുമാർക്ക് ശമ്പളം കൊടുക്കാൻ മാത്രം നമ്മുടെ നാട്ടിൽ ആരും പണം കൊടുക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞാൽ അത് വിശ്വസിക്കാൻ ബുദ്ധിമുട്ടാണ്. അതിനുവേണ്ടി കഷ്ടപ്പെടാൻ തയ്യാറുള്ള ഒരു സമൂഹമില്ല എന്ന് പറയുന്നത് തന്നെയായിരിക്കും യാഥാർത്ഥ്യം. ഏതായാലും ആ പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ചതിന് ശേഷം മതി മറ്റ് കാര്യങ്ങളെന്ന് തീരുമാനിച്ചാൽ പെട്ടെന്ന് തന്നെ ഈ കാര്യങ്ങൾ നടപ്പിലാക്കിയെടുക്കാൻ വേണ്ടി സാധിക്കും. ഏതായാലും അഷ്റഫ് മാലിക് ഉസ്താദിൻ്റെ ഭാര്യയ്ക്കും അതുപോലെ തന്നെ മക്കൾക്കും എല്ലാം പടച്ച തമ്പുരാൻ ക്ഷമ നൽകട്ടെ. അതുപോലെ തന്നെ പടച്ച തമ്പുരാൻ റഹീമാണ്. അദ്ദേഹത്തിൻ്റെ കാരുണ്യം കൊണ്ട് ആ ഉസ്താദിന് പറ്റിയ തെറ്റുകൾ പുറത്തു കൊടുക്കട്ടെ. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ഖബർ വിശാലമാക്കി കൊടുക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. ഇതിനുശേഷം വളരെ വ്യക്തമായിട്ട് നമ്മളെക്കാൾ കൂടുതൽ അറിവുള്ള മനുഷ്യനാണ് അൻസാർ സുഹരി ഉസ്താദ്. അദ്ദേഹത്തിന് വളരെ വിശദമായിട്ട് ഇതിനെ സംബന്ധിച്ചൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഏതാനും ചില ഭാഗങ്ങൾ ഞാൻ കൊടുക്കാം. ഈ കാണുന്ന മയ്യത്താരെന്നറിയോ? നമ്മുടെയൊക്കെ മക്കൾക്ക് അള്ളാഹുവിനെ റസൂലിനെ പരിചയപ്പെടുത്തി കൊടുത്ത, ഇസ്മിയും ഹംദും അവിടെ കുഞ്ഞിളം നാവ് കൊണ്ട് പഠിപ്പിച്ചു കൊടുത്ത ഒരു മദ്രസാധ്യാപകൻ, കേവലം 11,000 രൂപ മാത്രം ശമ്പളം ഉണ്ടായിരുന്ന അഷ്റഫ് ഉസ്താദിന്റെ മയ്യത്താണ്. കടക്കണി മൂലം അദ്ദേഹം ആത്മഹത്യ ചെയ്താണ്. ആത്മഹത്യ എന്ന് പറയുമ്പോൾ നമ്മുടെ ഉള്ളുലയുന്നുണ്ട്. ഇസ്ലാമിൽ കടുത്ത പാപങ്ങളൊന്നാണ് ആത്മഹത്യ എന്നുള്ളത്. അതിന് അദ്ദേഹം ഒരുങ്ങി തയ്യാറായത് മറ്റൊന്നുമല്ല, ഒരു നിവൃത്തിയില്ലാതെ വന്നപ്പോൾ മനസ്സിന്റെ നിയന്ത്രണം വിട്ട് അദ്ദേഹം ആത്മഹത്യയിലേക്ക് എടുത്ത് ചാടിയതാണെന്ന് അറിയാൻ കഴിഞ്ഞു. ഇനി കാണാൻ പോകുന്ന വീഡിയോ ഒരു പക്ഷേ ഇന്നല്ലെങ്കിൽ നാളെ ഇതുപോലൊരു വാർത്ത നമ്മൾ കേൾക്കേണ്ടി വരും. അതൊന്ന് കണ്ടുനോക്കിയ വീഡിയോ. കഴിഞ്ഞ വീഡിയോ നിങ്ങൾ കണ്ടല്ലോ. കഴിഞ്ഞ ദിവസം കരഞ്ഞ് നിലവിളിച്ച് രാത്രിയിൽ എൻ്റെ മുറിയിലേക്ക് വന്നൊരു ഉസ്താദിന്റെ അവസ്ഥയാണ്. ദയനീയമായ അവസ്ഥ. മാസങ്ങളായി സ്വന്തം ഉമ്മാനെ കണ്ടിട്ട് വീട്ടിലേക്ക് ചെല്ലാൻ പറ്റില്ല, കടക്കണി മൂലം. ഇതൊക്കെ ഇവിടെ ഇങ്ങനെ അരങ്ങേറുമ്പം നമ്മുടെ മഹല്ലത്തുകളിലോ നമ്മളൊക്കെ ജോലി ചെയ്യുന്ന സേവനം ചെയ്യുന്ന
ഏതെങ്കിലും പള്ളി കവാടങ്ങളിൽ ഇത്തരം വിഷയങ്ങൾ ചർച്ച ചെയ്യുന്നുണ്ടോ? ഇല്ല. അപ്പോഴും അന്താരാഷ്ട്ര ചർച്ചയാണ്. പുതിയ പണിത പള്ളിക്ക് ഇനി എന്തെല്ലാം പുതിയ സംവിധാനങ്ങൾ കൊണ്ടുവരാമെന്നുള്ള തിരക്കിട്ട ആലോചനയിലാണ്. പള്ളിക്കവാടത്തിൽ 35 ലക്ഷം രൂപ മുടക്കി പരിശുദ്ധമായ റൗള ഷരീഫിന്റെ മാതൃകയിൽ വലിയ മിനാരവും കുബയൊക്കെ വെക്കുമ്പോൾ അതേ മഹലിലുള്ള മുസ്ലിയാര് കിഡ്നി പോയി 35-40 വർഷം ജോലി ചെയ്ത മുസ്ലിയാര് കിഡ്നി പോയിട്ട് മറ്റു പള്ളി കവാടങ്ങളിൽ ഈ പള്ളി കമ്മിറ്റി കൊടുത്ത കത്തുമായി തെണ്ടാ നിൽക്കുകയാണ്. അതേ മഹലത്തിൽപ്പെട്ട നിർധനരും അതുപോലെ തന്നെ യാതൊരു മാർഗവുമില്ലാത്ത നിസ്സഹായരായ മനുഷ്യർ അവിടെ നിന്ന് കത്ത് മേടിച്ചുകൊണ്ട് പിരിവിന് നിൽക്കുകയാണ്. ആർക്ക് വേണവരാ നിന്റെ ഈ അമ്പരച്ചുംബികളായ ഈ സൗദങ്ങൾ ആർക്ക് വേണം? അള്ളാഹ് റബ്ബിനൊന്നും ആവശ്യമില്ല. ഹബീബായ തങ്ങളും അവിടുത്തെ സ്വഹാബും ഒക്കെ പനയോളിൽ നിസ്കരിച്ചു. നല്ലൊരു ഹൃദയമുണ്ടെങ്കിൽ ഏത് പരിശുദ്ധമായ സ്ഥലവും അതിന് പ്രാപ്തമാണ്. പള്ളി വേണമെന്നല്ല പറയാം, നല്ല പള്ളികൾ ഉണ്ടായിക്കോട്ടെ, നല്ല മിനാരങ്ങൾ ഉണ്ടായിക്കോട്ടെ, കുബ ഉണ്ടായിക്കോട്ടെ. മനുഷ്യന്റെ അവസ്ഥകൾക്ക്, മനുഷ്യന്റെ പ്രശ്നങ്ങൾക്ക് ഒരല്പം വില കൽപ്പിക്കും നമ്മൾ. അതിനാണ് പ്രയോറിറ്റി കൊടുക്കേണ്ടത്. അല്ലാതെ ഇതൊക്കെ ഉണ്ടാക്കി വെച്ചാൽ ആർക്ക് വേണ്ടിയാ? കേരളത്തിലുള്ള 70% വരുന്ന മതപണ്ഡിതന്മാരുടെ ശമ്പളത്തെക്കുറിച്ച് നിങ്ങൾ ചർച്ച ചെയ്യാറുണ്ടോ? 15,000 താഴെയാണ്. നമ്മൾ വ്യാപകമായിട്ട് മുസ്ലിയാക്കന്മാർ ആത്മീയ ചികിത്സ, ആത്മീയ വാണിഭം എന്നൊക്കെ നമ്മൾ ആക്ഷേപിക്കുന്നുണ്ടല്ലോ. എന്തുകൊണ്ടാണ് ഇവർ അങ്ങനത്തെ മേഖലയിലേക്ക് പോവുകയും വലിയ തരത്തിൽ മുസ്ലിങ്ങൾക്ക് അല്ലെങ്കിൽ ഇസ്ലാമിന് ആക്ഷേപം ഉണ്ടാകുന്ന തരത്തിലേക്ക് പോയെന്നറിയാമോ? ഇതൊന്നും കൊണ്ട് ജീവിക്കാൻ പറ്റുന്നില്ലെന്ന്. 50 രൂപയുടെ ബിസ്ക്കറ്റിന് എന്റെ മോക്ക് 50 രൂപ, എന്റെ സിദ്ര മോക്ക് 50 രൂപയുടെ ഒരു ബിസ്ക്കറ്റ് മേടിക്കാൻ ചെന്നാൽ 25 രൂപ കൊടുത്തിട്ട് ഇത് ബർക്കത്തുള്ള പൈസയാണ്, ബാക്കി 25 ബർക്കത്താവട്ടെ എന്ന് പറഞ്ഞാൽ കടക്കാരൻ ബിസ്ക്കറ്റ് തരുമോ? ഇല്ല. 50 തന്നെ കൊടുക്കണം. 15 രൂപ ഉണ്ടെങ്കിൽ ഒരു കുടുംബത്തിന് ജീവിക്കാം. ശരി തന്നെ, 10,000 രൂപ മതി, അത്യാവശ്യം കറണ്ട് ബില്ലൊക്കെ അടച്ചു പോവാം. ഇതിനിടയിൽ കുട്ടികൾക്ക് രോഗം വരില്ലേ? ഭാര്യയ്ക്ക് രോഗം വരില്ലേ? ഒരു മാസം എത്ര പാമ്പേഴ്സ് വേണം കൊച്ചു കുട്ടികളുണ്ടെങ്കിൽ? അതിനിടയിൽ ഭാര്യ പ്രസവിച്ചാലോ? തുടങ്ങി മറ്റു കുടുംബത്തിൽ കല്യാണം ഉണ്ടായാലോ? എവിടുന്നാടോ അവിടുന്ന് മറിച്ച് ഇവിടുന്ന് പിച്ച് പറിച്ചൊക്കെ കൊടുക്കുന്നത്? അടിസ്ഥാനപരമായി ഒരാൾക്ക് ജീവിക്കാൻ പറ്റുന്ന ശമ്പളം കൊടുക്കുന്നത് എത്ര മഹലുണ്ട്? നിങ്ങളൊന്നും അന്വേഷിച്ച് നിങ്ങളുടെ ചുറ്റുവട്ടത്തുള്ള പള്ളിയിലെ മുസ്ലിയാക്കന്മാരുടെ ശമ്പളം നിങ്ങൾ അന്വേഷിച്ചു. ഇത് സങ്കടം വരും. നിങ്ങളൊക്കെ വീട്ടിൽ മീൻ മേടിക്കുന്ന ശമ്പളമുള്ളവർക്ക് 15,000, 16,000, 17,000. ഞാനിപ്പോൾ ഈ ജോലി ചെയ്യുന്ന പള്ളിയിൽ, അതായത് ഒരു 6-7 വർഷങ്ങൾക്ക് മുമ്പ്, ഒരു 10 വർഷം ആയി തോന്നുന്നു, അന്ന് മുതലേ 20 മുകളിലെ ശമ്പളം. ഇവിടെ അത്രയും ശമ്പളം, ഉയർന്ന ശമ്പളം കൊടുത്ത മഹലൊന്നുമില്ല. ഇവിടെ മുമ്പേ പോലും ഉയർന്ന ശമ്പളം. അള്ളാഹു അവർക്ക് അർഹമായ പ്രതിഫലം നൽകുമാറാകട്ടെ. ഇതൊന്നും നോക്കാൻ ആരുമില്ല. ഇനിയും നിലവിളികൾ ഇനിയും ഉയരും. അപ്പോഴൊക്കെ വാട്സപ്പിൽ നമ്മൾ കുറച്ച് ഉസ്താദന്മാർ ഇങ്ങനെ ചർച്ച ചെയ്യുന്നത് നിങ്ങൾ മനസ്സിലാക്കണം. ഞങ്ങളുടെ വീട്ടിൽ ഭാര്യയും മക്കളും കുടുംബമുണ്ട്. അവരോടൊപ്പം നിന്നിട്ട് മറ്റെന്തെങ്കിലും തൊഴിൽ പോയി നിത്യവും ഞങ്ങളുടെ മക്കളുടെയും ഭാര്യയുടെയും മുഖമൊക്കെ കാണുന്നതിന് പകരം നിങ്ങളുടെ മഹല്ലത്തിൽ വന്ന് സേവനം ചെയ്ത് നിങ്ങളുടെ മക്കളെ നിങ്ങളെ വാപ്പാന്ന് തന്നെ ഹൃദയം തൊട്ട് വിളിക്കാൻ വേണ്ടി പ്രാപ്തരാക്കുന്നവരാണ് ഞങ്ങൾ ഉസ്താദന്മാർ. നിങ്ങളെ എല്ലാ കാലത്തും ഉമ്മാന്ന് വിളിക്കാൻ പ്രാപ്തരാക്കുന്നവരാണ് ഈ മദ്രസ അധ്യാപകർ. സമൂഹത്തിൽ മാന്യമായി വർത്തിക്കണമെന്നും വലിയവരെ ബഹുമാനിക്കണമെന്നും ചെറിയവരോട് കാരുണ്യം കാണിക്കണമെന്നും ഉമ്മാടെയും മാപ്പാടെയും ഉമ്മാടെ കാലിന്റെ ചൂട്ടിലാണ് സ്വർഗം എന്ന് പറഞ്ഞ് നിങ്ങളെ ബഹുമാനിക്കാൻ പഠിപ്പിച്ചു തരുന്ന, നിങ്ങളുടെ നേരെ വിരൽ ഉയർത്താൻ പാടില്ല, കൈ ഉയർത്താൻ പാടില്ല എന്നല്ല, ചേന്ന് പറയാൻ പോലും പാടില്ല എന്ന ധാർമ്മിക വിദ്യാസം പഠിപ്പിക്കുന്ന നിങ്ങളുടെ ഉസ്താദ്, നിങ്ങളുടെ പള്ളിയിൽ ഉസ്താദ് കായലിൽ ചാടി മരിക്കണം. നിങ്ങളുടെ മക്കൾക്ക് ബിസ്മി അല്ലാത്ത ബാണ്ടല്ലോ ആ അക്ഷരം പഠിപ്പിച്ചു കൊടുത്ത, സീന് പഠിപ്പിച്ചു കൊടുത്ത ഉസ്താദ് കടക്കണി മൂലം ആത്മഹത്യ ചെയ്യാണ്. വേദന തോന്നില്ലേ? വേദന തോന്നിയിട്ടില്ലെങ്കിൽ നിങ്ങൾ മനുഷ്യരല്ല. നിങ്ങൾ ചോദിക്കണമെന്ന് നിങ്ങളുടെ മഹല്ലത്തിൽ ഉസ്താദിന്റെ ശമ്പളം എത്രയാണ്? എത്ര പേര്? ഒരു വീട് കിനാവ് കാണാൻ കഴിയില്ല. ഞാനിപ്പോൾ ഈ സമീപ മഹല മുല്ലാത്തുളപ്പിൽ ഞാൻ ജോലി ചെയ്യുന്ന സമയത്ത് എന്റെ വാപ്പാടെ വാപ്പന്മാർ മരണപ്പെട്ടപ്പം എന്റെ വീടിന്റെ പഴയകാല അവസ്ഥ കണ്ടിട്ട് അവിടുത്തെ ജനങ്ങൾ കരഞ്ഞിട്ടാണ് എനിക്ക് വീടുണ്ടായത്. അല്ലെ, എനിക്ക് ഇവിടുന്ന പൈസ. ഇങ്ങനെയൊക്കെ ഓരോ ഉസ്താദന്മാരുടെ വീട്ടിൽ നമ്മളിങ്ങനെ അണിഞ്ഞൊരുങ്ങി നടക്കുമ്പോൾ ഇവരൊക്കെ വിചാരിക്കുന്നത് എന്താ? ആടെ നല്ല സംഭാവന കാണുന്ന നമ്മുടെ ഓരോരുത്തരുടെ വീടിന്റെ അവസ്ഥ അകത്തേക്ക് വരണം. അവിടെ അവസ്ഥ കാണും. ഓരോ ഉസ്താദന്മാരുടെ വീട്ടിലേക്ക് നിങ്ങൾ പോയി നോക്കൂ. പക്ഷേ അൽഹംദുലില്ലാഹ് ഞങ്ങളൊക്കെ ഇസ്സത്തോടുകൂടി ജീവിക്കുന്ന കേട്ടോ. നല്ല ആഹാരം, നല്ല വസ്ത്രമൊക്കെ ധരിച്ച് റാഹത്താണ് നടക്കുന്നത്. പറയാണ് ഇതിനിടയിൽ എന്തെങ്കിലും ആവശ്യം വന്നു കഴിഞ്ഞാൽ, ഇപ്പോൾ പരിശുദ്ധമായ റമദാൻ മാസം വരുമ്പോൾ മാത്രമാണ് ഒരു 50,000 രൂപ 60,000 രൂപ ഒന്നിച്ച് കിട്ടുന്നത്. അല്ലാതെ ഇപ്പോൾ ഇവിടുന്ന് കിട്ടാനാ? മറ്റുള്ളവർക്ക് സീസൺ പണിയെങ്കിലും ഉണ്ട്. നമ്മുടെ ആകെപ്പാടെ സീസൺ പണിയെന്ന് പറയാൻ പറ്റുന്നത് ഈ റമദാന. ഇങ്ങനെ എത്ര മനുഷ്യർ ഇതിനൊന്നും അറിഞ്ഞു വരത്തില്ല, ഇതിനൊന്നും മാറ്റം വരത്തില്ല. പള്ളികൾ ഇങ്ങനെ ഉയർന്നുകൊണ്ടേയിരിക്കും. മുക്കിന് പള്ളികൾ വരും, 1000 സംഘടനകളുണ്ടാകും. പക്ഷെ ഉസ്താദന്മാരുടെ പ്രശ്നങ്ങൾ തൊടത്തില്ലത്. ഞാൻ മുമ്പ് സേവനം ചെയ്തൊരു മഹലിൽ ഞാൻ പോകുമ്പോൾ 12,000 രൂപ എടുത്തു. അയാളെ കണ്ടപ്പോൾ കുറെ മുമ്പ് കേട്ടോ, അയാളെ കണ്ടപ്പോൾ ഇപ്പോഴും 12,000 ശമ്പളമാണ്. എന്നെ അൽഫും ഭാഗം പഠിപ്പിച്ച എന്റെ നാട്ടിൽ എന്റെ മഹലിലെ ഖത്തീബ്, അദ്ദേഹം അവിടെ ജോലി ചെയ്യുന്ന സമയത്ത് ഞാൻ മുത്തഅല്ലിമല്ല. ഞാൻ ഓതി ഇറങ്ങിയപ്പോൾ ഞാൻ മേടിക്കുന്ന ശമ്പളം അദ്ദേഹത്തോട് പറഞ്ഞപ്പോൾ അദ്ദേഹത്തിന്റെ കണ്ണ് നിറഞ്ഞു പോയി. ഈ അടുത്ത സമയത്താണ് അദ്ദേഹത്തിന് 15,000 രൂപ ശമ്പളം, 17,000 രൂപ ശമ്പളമായത്. എത്ര കൊല്ലം മുമ്പ് ഞാൻ മേടിക്കാൻ തുടങ്ങി 17,000 രൂപ? ഇതാണോ അവസ്ഥ? പിന്നെ കുറച്ച് ഒച്ചപ്പാടും ബഹളവും കുറച്ചൊക്കെ ശബ്ദത്തിലേക്ക് ഓതാൻ കഴിയുന്നവർക്കൊക്കെ നല്ല ശമ്പളമാണ്. ഒരു മഹല്ലത്തിന്റെ നട്ടൽ എന്ന് പറഞ്ഞ മദ്രസ അധ്യാപകൻ, ഒരു സമൂഹത്തെ വളർത്തിക്കൊണ്ടുവരുന്ന ഉദ്ധരിക്കുന്ന മദ്രസ അധ്യാപകൻ, അവന് വെറും 4,000 ഉളുവ ശമ്പളം കൊടുക്കുന്ന 5,000 ഉളുവ. മനസ്സിലായ? ഇത്രയേ ഉള്ളൂ ശമ്പളം. ഞാൻ കൂടുതലൊന്നും പറഞ്ഞില്ല, കാരണം ഈ വികാരാധീനായി എന്തെങ്കിലുമൊക്കെ പറഞ്ഞു പോകുന്നു പേടിച്ചിട്ട് ഞാൻ വിടുകയാണ്. നമുക്ക് ഈ വിഷയത്തിൽ എനിക്ക് ഒരു പ്രതീക്ഷയില്ല. ഈ വിഷയത്തിലൊന്നും നമ്മുടെ RSSകാർക്ക് മറുപടി പറയാൻ നടക്കുന്നു, ഫാസിസ്റ്റ് ഏരിയ നടക്കുന്നു, ഭയങ്കര ചർച്ചയാണ് ഇവിടെയൊക്കെ.
മുസ്ലിയാക്കന്മാരുടെ വിഷയങ്ങൾ പറയാനും അവരുടെ അവസ്ഥ പറയാനും അങ്ങനത്തെ ചർച്ചയും വേണ്ട. ഉസ്താദ് ഫാസ്റ്റ് സൗകര്യമായിരിക്കണം. ഇനി പറയുന്നില്ല ആ വിഷയം നിർത്തി. എന്തിനാ സംഘപരിവാറിനെ പറയുന്നത്? അവരെ മക്കൾ ഉണ്ടാക്കുന്നത് അതാ പറയുന്നത്. ഇസ്ലാമിന്റെ അകത്തുള്ള പ്രശ്നങ്ങൾ പരിഹരിച്ചിട്ട് മതി ബാക്കിയുള്ള പ്രശ്നം പരിഹരിക്കാൻ. അതുകൊണ്ട് നിങ്ങൾ ഈ വിഷയത്തിൽ നിങ്ങൾ തീരുമാനം എടുക്കണമെന്നേ. എത്ര നിങ്ങളുടെ നാട്ടിലുള്ള മഹൽ ഉസ്താദന്മാരെ ശമ്പളം ചോദിക്കും. സങ്കടം കൊണ്ട് പറയാൻ ഞമ്മക്കൊക്കെ ഓൺലൈൻ സംവിധാനം മറ്റു പല മാർഗ്ഗങ്ങളിലൂടെ പൈസ കിട്ടാറുണ്ട്, പല വഴികളുണ്ട്. ഇവിടുത്തെ പാവപ്പെട്ട ഉസ്താദന്മാരുടെ അവസ്ഥ അറിയാൻ അവരുടെയൊക്കെ വീടിന്റെ അകത്തളങ്ങളിലേക്ക് പോയാൽ അള്ളാഹുവിന്റെ സത്യം നെഞ്ചു പൊട്ടി നമ്മൾ കരഞ്ഞു പോകും. ഇവർ ഈ പൊതുസമൂഹത്തിൽ ഇങ്ങനെ ഒരുങ്ങി അത്ര കത്തിച്ച് നടക്കുമ്പോൾ നമ്മൾ വിചാരിക്കുന്നത് ഒരു കുഴപ്പമില്ലെന്നാ. അങ്ങനല്ല. ഇത് പഠിക്കണം. ദയവ് ചെയ്ത് നിങ്ങൾ നിങ്ങളുടെ മഹല്ലത്തിലെ ഉസ്താദന്മാർക്ക് അടിസ്ഥാനപരമായി കൈകൂപ്പി പറയണം, ശമ്പളം ഒന്ന് കൂട്ടി കൊടുക്കണേ. അപ്പോൾ വളരെ വ്യക്തമായിട്ട് ഉസ്താദ് പറഞ്ഞ കാര്യങ്ങൾ എല്ലാവരും നിങ്ങൾ കണ്ടു കാണും. ഇത് തന്നെയാണ് ഞാൻ പറഞ്ഞത്. ഒരു മദ്രസയിൽ പണിയെടുക്കുന്ന ഉസ്താദിന് എന്തെങ്കിലും അസുഖം വന്നു കഴിഞ്ഞാൽ ആ കമ്മിറ്റിയുടെ പേപ്പറുമായിട്ട് മറ്റേ പള്ളിയുടെ മുന്നിൽ പോയി തെണ്ടാൻ നിൽക്കേണ്ട ഒരു അവസ്ഥയാണ് ഇന്ന് കേരളത്തിൽ സകല ഉസ്താദുമാർക്കും എന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ വിരലിൽ എണ്ണാവുന്ന ആൾക്കാർ ഒഴിച്ച് ബാക്കി എല്ലാവർക്കും അതേ ഒരു അവസ്ഥ തന്നെയാണ്. അതന്നെയാണ് അൻസാർ സോരി ഉസ്താദ് പറഞ്ഞത്. തീർച്ചയായിട്ടും ഈ ഒരു കാര്യത്തിൽ അടിയന്തര നടപടികൾ തീർച്ചയായിട്ടും പള്ളിയുടെ ഭാഗത്തു നിന്നും കമ്മിറ്റികളുടെ ഭാഗത്തു നിന്നും എല്ലാം ഏകീകൃതമായിട്ട് കേരളത്തിൽ മൊത്തം ഒരു ശമ്പള പരിഷ്കരണം നടപ്പിലാക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു എന്നാണ് എൻ്റെ വിനീതമായ ഒരു അഭിപ്രായം. പിന്നെ ഒരു കാര്യം കൂടി എനിക്ക് ഇതിനൊപ്പം കൂട്ടിച്ചേർക്കാനുള്ളത്, ഏത് ഉസ്താദുമാരായാലും ഇന്നത്തെ കാലത്ത് ഏത് തൊഴിലിനും അതിൻ്റേതായ ഒരു പ്രാതിനിധ്യം, അതിൻ്റേതായ ഒരു ബഹുമാനവും അതിൻ്റേതായ ഒരു എല്ലാം ഉണ്ട്. കാരണം അതുകൊണ്ട് നിങ്ങൾ ഉസ്താദുമാരാണ് എന്ന് വിചാരിച്ചിട്ട് ഒരിക്കലും മറ്റൊരു പണിയെടുക്കുന്നത് കുറച്ച് കാണേണ്ട യാതൊരു ആവശ്യവുമില്ല. മദ്രസയിലെ പഠനം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ഷോപ്പിൽ സെയിൽസ്മാൻ ആയിട്ടാവട്ടെ, മറ്റ് ജോലികളാവട്ടെ, ഡ്രൈവർ ജോലിയാവട്ടെ, ഓട്ടോറിക്ഷ ജോലിയാവട്ടെ, എന്ത് ജോലിയും നമ്മൾ ചെയ്യണം. എന്നാൽ മാത്രമേ നമുക്ക് നമ്മുടെ സാമ്പത്തിക ഭദ്രത ഉറപ്പുവരുത്താൻ വേണ്ടി സാധിക്കുകയുള്ളൂ. ഞാൻ ഉസ്താദാണ്, ഞാൻ പഠിച്ചത് മതമാണ്, അതുകൊണ്ട് ഞാൻ ഈ പണി മാത്രമേ എടുക്കൂ എന്നുള്ള ദുർവാശി നിങ്ങൾ ഒഴിവാക്കിയിട്ട് എല്ലാ പണിയും നമ്മൾ എടുക്കണം. എങ്കിൽ മാത്രമേ നമ്മുടെ കുടുംബത്തിൻ്റെ രണ്ട് തലയും കൂട്ടിമുട്ടിക്കാൻ നമുക്ക് സാധിക്കൂ. ഇത് എൻ്റെ എളിയൊരു അഭിപ്രായമാണ്. കാരണം ഇത് ചെയ്യാത്ത ആൾക്കാർ എല്ലാവരും ഇങ്ങനെ ചെയ്യുന്നില്ല എന്നല്ല, പക്ഷേ ഒരുപാട് ആൾക്കാർ ചെയ്യുന്നില്ല. അവരുടെ ഡ്രസ്സുകളും കാര്യങ്ങളും എല്ലാം കണ്ടാൽ നമ്മൾ വിചാരിക്കും അവർ ഒരുപാട് പൈസ സമ്പാദിക്കുന്നുണ്ട്, ഒരുപാട് വലിയ വീടുകൾ അവർക്കുണ്ട് എന്നൊക്കെ. അൻസാർ സൂരി ഉസ്താദിന് പോലും അദ്ദേഹത്തിൻ്റെ ഉപ്പ മരിച്ച സമയത്ത് ആ വീട് കണ്ടിട്ട് നാട്ടുകാരെല്ലാം ഉണ്ടായിക്കൊടുത്ത വീട്ടിലാണ് അദ്ദേഹം പോലും താമസിക്കുന്നത്. അപ്പോൾ പാവപ്പെട്ട ഉസ്താദുമാരുടെ അവസ്ഥ നമുക്ക് ചിന്തിക്കാവുന്നതിനപ്പുറമാണ്. അതുകൊണ്ട് ഈ വീഡിയോ കണ്ടതിന് ശേഷം എന്താണ് നിങ്ങളുടെ അഭിപ്രായം, അത് നിങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക. ഇനിയെങ്കിലും ഞാൻ പറഞ്ഞതുപോലെ ഉസ്താദുമാരുടെ ശമ്പളത്തിലൊക്കെ അടിയന്തരമായ ഒരു ഇടപെടൽ നമ്മുടെ കമ്മിറ്റികളുടെ ഭാഗത്തുനിന്നുണ്ടാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക. മറ്റൊരു വീഡിയോയുമായി വരുന്നതുവരെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.